So laws of motion 121st പേജിലുള്ള 9.4 problem നമുക്ക് ചെയ്യാം. A force of 5 Newton gives a mass m1 and acceleration of 10 meter per second square. A mass m2 and acceleration of 20 meter per second square. What acceleration would it give if both the masses were tied together? Okay, question എന്താന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം, ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലാവുണ്ടോ നോക്കണം. പലരും നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയുന്ന എക്സ്പ്ലനേഷൻ ആണ് കേട്ടിട്ട് ഓക്കെ ടീച്ചർ പറഞ്ഞത് മനസ്സിലായി, അങ്ങനെയല്ല, നമുക്ക് തനിയെ മനസ്സിലാവണം പ്രോബ്ലംസ് ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ. സോ അതിന് നല്ല പ്രാക്ടീസ് വേണം. ആദ്യം നിങ്ങൾ ഇത് പോസ് ചെയ്തിട്ട് തനിയെ മനസ്സിലാവുണ്ടോ നോക്കിയിട്ട് ഗിവൺ എല്ലാം എഴുതി നോക്ക്. എന്നിട്ട് യു ട്രൈ അറ്റംപ്റ്റിംഗ് ദാറ്റ്. എന്നിട്ട് വേണം നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇത് ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കാനായിട്ട്. ഓക്കെ, സോ നമുക്ക് എന്തൊക്കെയാ കണ്ടുപിടിക്കാനല്ലേ? ഗിവൺ ഉണ്ട്, ടു ഫൈൻഡ് ഉണ്ട്, കൺവേർഷൻ ഉണ്ട്, ഫോർമുല ഉണ്ട്, അപ്ലൈ ചെയ്യണം. ആൻഡ് ദെൻ യൂണിറ്റ് കൂടി വെച്ചിട്ട് വേണം ആൻസർ എഴുതാൻ. The force of 5 Newton. Force is equal to 5 Newton. Okay, എന്താണ് ക്വസ്റ്റ്യൻ? ഒരു ഫോഴ്സ് ഉണ്ട്. ഓക്കെ, 5 ന്യൂട്ടൺ ഫോഴ്സ്. ഒരു മാസ് ഉണ്ട് വിച്ച് ഇസ് m1 എന്ന് പറയുന്ന മാസ്. ഓക്കെ, 5 ന്യൂട്ടൺ മാസ്, 5 ന്യൂട്ടൺ ഫോഴ്സ് m1 അപ്ലൈ ചെയ്തപ്പോൾ ഇതിന് എത്രയാണ് ആക്സിലറേഷൻ കിട്ടിയത്? 10 മീറ്റർ സെക്കൻഡ് റേസ് ടു -2. അതേസമയം m2 എന്നൊരു മാസ് ഉണ്ട്, ഇതിന് ഞാൻ 5 ന്യൂട്ടൺ തന്നെ അപ്ലൈ ചെയ്തപ്പോ എത്രയാണ് ആക്സിലറേഷൻ വന്നത്? 5 ന്യൂട്ടൺ തന്നെ അപ്ലൈ ചെയ്തപ്പോ 20 മീറ്റർ സെക്കൻഡ് റേസ് ടു -2. ഇനി എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ m1നെ m2നെ ഒന്നിച്ചാക്കി, m1നെ m2നെ ഒന്നിച്ചാക്കിയിട്ട് ഇതേ 5 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു. അപ്പൊ എന്റെ ആക്സിലറേഷൻ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്റെ ആക്സിലറേഷൻ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓരോ ഈ പക്ഷെ നമുക്ക് ഇതിൽ m1 അറിയില്ല, m2 അറിയില്ല. അപ്പൊ നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം എന്താണ് കുട്ടികളെ? m1 കണ്ടുപിടിക്കുക, m2 കണ്ടുപിടിക്കുക, രണ്ടും കൂടി ഇവിടെ ഒന്ന് ക്ലബ് ചെയ്യുക, അത്രേ ഉള്ളൂ സംഭവം. അപ്പൊ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് കേസ് എന്താണ്? F is equal to 5 ന്യൂട്ടൺ ആണ്. നമുക്ക് വന്നിരിക്കുന്ന ആക്സിലറേഷൻ എത്രയാ? a1 എത്രയാ? 10 മീറ്റർ സെക്കൻഡ് റേസ് ടു -2. സെക്കൻഡ് റേസ് ടു -2. ഓക്കെ, സെക്കൻഡ് റേസ് ടു മൈനസ് ആണ്, ഇവിടെ 5 അല്ല കേട്ടാ. അപ്പൊ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. നോക്കി കൺവേർഷൻ വല്ലതും ഉണ്ടോ നോക്കിയേ. ഇവിടെ ന്യൂട്ടൺ ആണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, കൺവേർഷൻ ഒന്നുമില്ല. ഇനി ഇവിടെ നിന്ന് മാസ് കണ്ടുപിടിച്ചേ. എന്താണ് മാസ്? 5 ഇസ് ഈക്വൽ ടു m ഇൻറ്റു a, m1 ഇൻറ്റു a. ഫസ്റ്റ് മാസ് ആണല്ലോ. ഓക്കെ, 5 is equal to m1 into a. 5 is equal to m1 into a. അപ്പൊ m1 എത്രയാണ്? ആക്സിലറേഷൻ എത്രയാ? ഇൻറ്റു a എന്ന് പറഞ്ഞാൽ എത്രയാ? a is equal to 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അപ്പൊ m1 എത്രയാ? m1 is equal to 5/10. 5/10. ഓക്കെ, അതേസമയം അപ്പൊ m1 നമുക്ക് കിട്ടി വിച്ച് ഇസ് ഈക്വൽ ടു ½ kg. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ, 5/10 kg. അതേസമയം സെക്കൻഡ് കേസ് നോക്കിയാൽ ഫോഴ്സ് സെയിം 5 ന്യൂട്ടൺ തന്നെയാണ്. ആക്സിലറേഷൻ എത്രയാണ് ഈ കേസിൽ? ആക്സിലറേഷൻ രണ്ടാമത്തെ ആക്സിലറേഷൻ 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, 20 മീറ്റർ സെക്കൻഡ് റേസ് ടു -2. അപ്പൊ നമുക്ക് വീണ്ടും എഴുതാം. F is equal to m2 into a2. ഓക്കെ, അപ്പൊ ഫോഴ്സ് എത്രയാണ്? 5 തന്നെയാണ്. മാസ് എത്രയാണ് നമുക്ക് അറിഞ്ഞൂടാ, m2 എത്രയാണ് നമുക്ക് അറിഞ്ഞൂടാ. ഇൻറ്റു a2 എന്ന് പറഞ്ഞാൽ എത്രയാ? a2 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 20. ഓക്കെ, അപ്പൊ m2 എത്രയായിരിക്കും? m2 is equal to 5/20. ഓക്കെ, 5/20. അപ്പൊ നോക്കിയുടെ കുട്ടികളെ, നമുക്ക് രണ്ട് കേസസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ കേസ് എന്താ? m1ഉം m2ഉം കൂടിയിട്ട് കൂട്ടുക അല്ലെ? മൂന്നാമത്തെ കേസ്, തേർഡ് കേസ്, വി ആർ ടൈയിങ് ദം ടുഗദർ. സോ വാട്ട് ഈസ് m1 plus m2? m1 plus m2 എത്രയാ? 5/10 plus 5/20. LCM 20 ആണ്. അപ്പൊ ഇവിടെ ഇൻറ്റു 2/2 ചെയ്യും. അപ്പൊ എത്ര കിട്ടുക? 10 plus 5 is equal to 15/20 എന്ന് കിട്ടും. 15/20 kg. ഓക്കെ, ഇനി നമ്മൾ ബാക്കി കണ്ടുപിടിച്ചാൽ മതി. ഫോഴ്സ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇതേ ഫോഴ്സ് 5 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു. എത്രയിൽ അപ്ലൈ ചെയ്തു? 15/20 kg അപ്ലൈ ചെയ്തു. അപ്പൊ ആക്സിലറേഷൻ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ആക്സിലറേഷൻ ആണ് ഈ കേസിൽ കണ്ടുപിടിച്ചേണ്ടത്. യു ഡോണ്ട് നോ ദി ആക്സിലറേഷൻ. ഓക്കെ, ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. എത്രയാണ് ഫോഴ്സ്? ഫോഴ്സ് ഇസ് ഈക്വൽ ടു സെയിം 5 ന്യൂട്ടൺ. മാസ് എത്രയാണ്? 15/20. 15/20 ഇൻറ്റു ആക്സിലറേഷൻ എത്രയാണെന്ന് അറിയില്ല. അപ്പൊ ഇവിടെ a3 എങ്ങനെ കണ്ടുപിടിക്കും? a3 is equal to ഇവിടെ 5 അതേപോലെ വെച്ചു, ഈ 20 ഇൻറ്റു ആവും, ഇൻറ്റു 20. ഇവിടെ 15 താഴോട്ട് വരും, താഴേക്ക് വരും.
ഓക്കെ, താഴേക്ക് വരുമ്പോഴത്തേക്കും ഇത് കട്ടാവും. ഇത് കട്ടായിട്ട് എത്ര കിട്ടും നമുക്ക്? 20 ഡിവൈഡഡ് ബൈ 3 which is equal to 6.3 meter per second square. Okay. Okay, calculation mistake 6.67 അടുപ്പിച്ചിട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും വരുന്നത്. കാൽക്കുലേഷൻ എത്രയാ? 6.20 ഡിവൈഡഡ് ബൈ 3 എങ്ങനെയാ ചെയ്യണേ? 20 ഡിവൈഡ് ബൈ 3 ചെയ്ത് കാണിച്ചു തരാം. 20 ഡിവൈഡഡ് ബൈ 3 അറിയോ അവിടെ കുട്ടികളെ? ഇത് 6, അപ്പൊ ഇവിടെ 18 വന്നു, വീണ്ടും 2 വന്നു, ഇവിടെ പോയിന്റ് വന്നു, ഇവിടെ 20 വന്നു, ഇവിടെ 6 വന്നു, 666 എന്ന് വരും. അതിന് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6.67 മീറ്റർ സെക്കൻഡ് റേസ് ടു -2 യൂണിറ്റും കൂടിയിട്ട് എഴുതാം. ഓക്കെ, ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലാകാത്തവര് രണ്ടാമത് വീണ്ടും എടുത്ത് നോക്കിയിട്ട് 2 പ്രാവശ്യം ചെയ്ത് നോക്കണം. ഓക്കെ.